നമസ്കാരം. ലോകത്ത് തീവ്രവാദ സംഘടനകൾക്ക് ഏറ്റവും അധികം സഹായം നൽകുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ: ഇറാൻ. അത് ഹിസ്ബുള്ളയ്ക്കാണെങ്കിലും ഹൂതിവർക്കാണെങ്കിലും അതുപോലെ ഹമാസിനാണെങ്കിലും ഒക്കെ തന്നെ ഇറാനിൽ നിന്ന് വാരിക്കോരി സഹായം നൽകും, പണം നൽകും, ആയുധം നൽകും, പരിശീലനവും നൽകും. ഇതുകൂടാതെ ഇറാഖിലെ വിവിധ തീവ്രവാദ സംഘടനകൾക്ക് അവർ സഹായം നൽകുന്നുണ്ട്. അതുപോലെ ലോകത്ത് അവരുടെ താല്പര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ അവർ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഭീകര സംഘടനകളെല്ലാം തന്നെ സഹായിക്കുന്നത് ഇറാൻ്റെ ഒരു രീതിയാണ്. പക്ഷേ ഇപ്പോൾ ഇറാനും കഷ്ടകാലം തുടങ്ങിയിരിക്കുകയാണ് എന്നുള്ളത് വ്യക്തമാണ്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി വന്നതോടുകൂടി അവിടെ നിന്നുള്ള ഭീഷണി ഇപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. ഇവർ യഥേഷ്ടം സഹായം നൽകിയിരുന്ന ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ തന്നെ ഇപ്പോൾ ഏതാണ്ട് അടിയറവ് പറഞ്ഞ മട്ടാണ്. ഹൂത്തി മുതലയാകട്ടെ അമേരിക്ക ഏതാണ്ട് തീർത്തു എന്ന് തന്നെ പറയാവുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരു കാലത്ത് ഇറാൻ സഹായിച്ചിരുന്ന പല തീവ്രവാദ സംഘടനകളും ഇറാനെ തള്ളിപ്പറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിലേറ്റവും ഒടുവിലായി ഇപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു വാർത്ത: ഇറാഖിലെ ഇറാൻ സഹായം നൽകുന്ന 4 പ്രധാന തീവ്രവാദ സംഘടനകൾ, അതായത് 50,000-ലധികം അണികളുള്ള തീവ്രവാദ സംഘടനകൾ പോലും ഇക്കൂട്ടത്തിലുണ്ട്. അവർ ഇറാനെ തള്ളിപ്പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ഇറാൻ്റെ ഒരു സഹായവും തങ്ങൾക്ക് വേണ്ട എന്നും തങ്ങൾ ആയുധം താഴെ വയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുമാണ് ഇവർ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനുള്ള കാരണം അവർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപാണ് ഇപ്പോൾ പ്രസിഡൻ്റായി എത്തിയിരിക്കുന്നത് എന്നാണ്. ഡൊണാൾഡ് ട്രംപ് തങ്ങളെ വേട്ടയാടും എന്നുള്ളത് ഉറപ്പായി എന്നാണ് ഇറാഖിലെ തീവ്രവാദ സംഘടനകൾ പറയുന്നത്. ഇറാഖിലെ സർക്കാരിനെ സംബന്ധിച്ചും അവർക്ക് അമേരിക്കയിൽ നിന്ന് നിരവധി സഹായം ലഭിക്കുന്നുണ്ട്, പ്രതിരോധ സഹായമൊക്കെ ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ വളർത്തുന്നത് ഇറാനാണ് എന്ന് ഇറാഖിന് നന്നായിട്ട് അറിയാം. എങ്കിലും നിലവിൽ അവർ അവിടെ സ്വതന്ത്രമായി തന്നെ പല തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി ജീവിച്ചു വരികയായിരുന്നു. ഏതായാലും ഇനി ഈ പരിപാടിക്കില്ല എന്നാണ് ഇറാഖിലെ പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ്റെ ഒപ്പം നിന്നാൽ തങ്ങൾക്ക് ആപത്താണ് എന്ന സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവർ പലരും മാധ്യമങ്ങളോട് സംസാരിച്ചത് തന്നെ മുഖംമൂടി മറ്റും ധരിച്ചുകൊണ്ടാണ്. അവർ പറയുന്നത്, ഞങ്ങൾ ഇനി തീവ്രവാദ പ്രവർത്തനമായി മുന്നോട്ട് പോയാൽ ട്രംപിൻ്റെ സൈന്യം, അതായത് യുദ്ധവിമാനങ്ങൾ, തങ്ങളെ കൃത്യമായി വളഞ്ഞിട്ട് പിടിച്ച് ആക്രമിച്ച് കൊല്ലും എന്ന് തങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഇറാനെ ഞങ്ങൾ അനുസരിക്കില്ല എന്നാണ്. ഇറാനോടല്ല ഞങ്ങൾക്ക് പ്രതിബദ്ധതയുള്ളത്, ഞങ്ങളുടെ രാജ്യത്തെ ഭരണകൂടത്തോടും ഇവിടുത്തെ സൈന്യത്തോടുമൊക്കെയാണ്. അതുകൊണ്ട് ഇത്രയും നാൾ ചെയ്ത അബദ്ധങ്ങളൊക്കെ പോട്ടെ, ഇനി മുതൽ ഞങ്ങൾ പുതിയ ആളുകളാണ്, ഇനി ഞങ്ങൾ ആയുധമെടുത്ത് പോരാടുന്നില്ല, ഇറാൻ്റെ സഹായവും ഇനി ഞങ്ങൾക്ക് വേണ്ട എന്നവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ച് നേരത്തെ പലതവണ ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് തീവ്രവാദ സംഘടനകളെ സഹായിക്കരുത് എന്ന്. ഇനി അങ്ങോട്ട് സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇറാനെ ആക്രമിക്കും എന്ന സൂചന പോലും ട്രംപ് നൽകിയിരുന്നു. പറയുന്നത് ട്രംപ് ആയിരുന്നത് കൊണ്ട് കൃത്യമായി അത് നടത്തിയിരിക്കും എന്ന് ഇറാന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഹൂത്തി മുതലോട് നിരന്തരമായി ഇനി നിങ്ങൾ ആക്രമണം നടത്തരുത് എന്ന് കയ്യും കാലും പിടിച്ച് ആവശ്യപ്പെടുന്നത്. പലപ്പോഴും അവർ അവകാശപ്പെട്ടിരുന്നത് ചെങ്കടലിലുള്ള അമേരിക്കയുടെ ഹാരിസ് ട്രൂമാൻ ഉൾപ്പെടെയുള്ള പടുകൂറ്റൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി എന്നാണ്. പക്ഷേ ഇത് വെറും തള്ളു മാത്രമായിരുന്നു എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പ് ഇപ്പോൾ ഇറാഖിലെ തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ അവർ അതിൻ്റെ ഭീഷണി മനസ്സിലാക്കി, അതല്ലെങ്കിൽ അതിൻ്റെ അപകട സാധ്യത മനസ്സിലാക്കി പതുക്കെ പിന്മാറുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഇറാനെ സംബന്ധിച്ച് അവർ ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ ഏതാണ്ട് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അവിടുത്തെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി മുന്നോട്ട് വയ്ക്കുന്ന അവസ്ഥജടിലമായ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പലപ്പോഴും അവിടുത്തെ പ്രസിഡന്റ് പെഷസ്കിയാൻ തള്ളിക്കളയാറുണ്ട്. നേരിട്ട് ചെന്ന് കണ്ട് സംസാരിച്ച് അതിൻ്റെ അപകട സാധ്യതകൾ പറഞ്ഞാണ് പലപ്പോഴും ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം അബദ്ധ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പെഷസ്കിയാൻ തള്ളിക്കളയാറുള്ളത്. അദ്ദേഹം തന്നെ ഖമേനിയെ ഇസ്രായേലിൽ ആക്രമിക്കാൻ ഇറങ്ങിയാൽ സംഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കിച്ചിരുന്നു. ഹമാസ് നേതാക്കളൊക്കെ കൊല്ലപ്പെടുമ്പോൾ ഓരോ തവണയും ഖമേനി ആവശ്യപ്പെടുമായിരുന്നു അടിയന്തരമായി ഇസ്രായേലുമായി യുദ്ധം ചെയ്യണമെന്ന്. യുദ്ധം ചെയ്യാൻ ഇറങ്ങിയാൽ അത് അബദ്ധമാകും എന്ന് നന്നായി അറിയാവുന്നുള്ള കുറച്ചുകൂടെ ലോകപരിചയമുള്ള പെഷസ്കിയാനെ സംബന്ധിച്ച് അദ്ദേഹം അതിൻ്റെ ഭവിഷ്യത്തിനെക്കുറിച്ച് എപ്പോഴും ഖമേനിയെ ബോധ്യപ്പെടുത്താറുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഇറാഖിലെ കൂടി ഭീകര സംഘടനകൾ ട്രംപിനെ ഭയന്ന് ഇപ്പോൾ അവരുടെ സമാധാന മാർഗത്തിലേക്ക് നീങ്ങുന്നത് ലോകത്തെ ഏറ്റവും ശുഭകരമായ കാര്യമാണ്. ഇറാൻ ഇനി അധികകാലം തീവ്രവാദ പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് പരിശീലനവും ആയുധവും പണവും ഒന്നും നൽകാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത, ഹമാസ് തീവ്രവാദികൾ 2021 തന്നെ
ഇറാനോട് വലിയൊരു തുക ആ, ഇസ്രായേലുമായി ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ ഇസ്രായേലിൽ കടന്നു കയറി ആക്രമണം നടത്തുന്നതിന് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ്. ആ പണം ഇറാൻ കൊടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. ഇങ്ങനെ ചില രേഖകൾ ഹമാസിൻ്റെ ഗാസയിലെ തുരങ്കങ്ങൾ പരിശോധിച്ചപ്പോൾ ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ച ചില കത്ത് ഇടപാടിൻ്റെയൊക്കെ തന്നെ വിശദാംശങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിരുന്നു എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്ര വലിയ തുക കൊടുത്തും ലോകത്ത് തീവ്രവാദം വളർത്താൻ തന്നെയായിരുന്നു ഇറാൻ ഈ അവരുടെ പ്രോക്സി സംഘടനകളിലൂടെ ശ്രമിച്ചിരുന്നത് എന്ന്. ഏതായാലും ഡൊണാൾഡ് ട്രംപ് വന്നതോടുകൂടി ഇനി അക്കാര്യത്തിലും രക്ഷയില്ല, ഇനി മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഇറാൻ സഹായിക്കുന്ന തീവ്രവാദികൾ കൂടി ആ സത്യം മനസ്സിലാക്കിയതോടെ ഇനി ഇറാൻ ഒന്നുകിൽ അവർ എല്ലാ പരിപാടികളും ഉപേക്ഷിച്ച് ഇനി സമാധാന മാർഗത്തിൽ പോകും, അതല്ല ഏറ്റുമുട്ടാനാണെങ്കിൽ അമേരിക്കയുടെ കൈകൊണ്ടായിരിക്കും അവർക്ക് ഏറ്റവും വലിയ ദുരന്തം ഏറ്റുവാങ്ങാൻ പോകുന്നത്.